നമ്മൾ നേരത്തെ കോഴിക്കോട് ഒളവണ്ണ ടോൾ പ്ലാസയിൽ ഒരു തട്ടിപ്പ് നടന്ന വിവരം പുറത്തുവിട്ടു. ഓടാത്ത വണ്ടിക്ക് ഈ ടോൾ അടിച്ചു കൊടുത്തു. ഇപ്പോൾ മലപ്പുറത്ത് വെട്ടിച്ചിറയിൽ നിന്നൊരു വാർത്ത വരുന്നു. മലപ്പുറത്ത് വെട്ടിച്ചിറ ടോൾ പ്ലാസയിലും ടോൾ തട്ടിപ്പ്. കോഴിക്കോട് കുന്നമംഗലത്ത് റോഡരികിൽ നിർത്തിയിട്ട ലോറിക്ക് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ നിന്ന് ടോൾ ഈടാക്കിയിരിക്കുന്നു. 495 രൂപയാണ് കേട്ടോ. സാങ്കേതിക പിഴവെന്ന ന്യായീകരണം പറയുമ്പോഴും അന്യായമായി ടോൾ ഈടാക്കുന്നതിൽ വാഹന ഉടമകൾ ആശങ്കയിലാണ്. സിനോജ് തോമസ് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വെട്ടിച്ചിറയിലുമുണ്ട് തട്ടിപ്പ്. വീട്ടുമുറ്റത്ത് കിടന്ന 2 കാറുകൾക്ക് കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിലെ ഒളവണ്ണ ടോൾ പ്ലാസയിൽ വെച്ച് ടോൾ പിരിച്ചെന്ന വാർത്ത റിപ്പോർട്ടർ ടിവിയാണ് പുറത്തുവിട്ടത്. അതിലൊരാൾക്ക് ടോൾ പ്ലാസയിൽ നിന്ന് പണം തിരികെ നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ മലപ്പുറം വെട്ടിച്ചിറയിൽ നിന്നും സമാനമായ ഒരു പരാതി ഉയർന്നിരിക്കുന്നു. അതായത് കോഴിക്കോട് കുന്നമംഗലത്ത് ദേശീയപാതയോരത്ത് നിർത്തിയിട്ട ലോറിക്ക് 495 രൂപയുടെ ടോളാണ് വെട്ടിച്ചിറ ടോൾ പ്ലാസയിൽ നിന്ന് ഈടാക്കിയിരിക്കുന്നത്. ലോറിയുടെ ഉടമ അഷീറുണ്ട്. എന്താ സംഭവിച്ചത്? എൻ്റെ വണ്ടി കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ റോഡരികിൽ നിർത്തിയിട്ടാണ്. ഇന്നലെ 23-ാം തീയതി 3/27 495 രൂപ വെട്ടിച്ചിറ ടോൾ പ്ലാസ വഴി വണ്ടി പാസ്സായി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് കട്ടാക്കിയിട്ടുണ്ട്. ഇതൊരു തീവട്ടിക്കൊള്ളനാണ് നടക്കുന്നത്. ദേശീയപാതൻ്റെ പേരിൽ തീവട്ടിക്കൊള്ളയാണ്. ഇരു സർക്കാരുകളും ചേർന്ന് നടത്തുന്ന ഒരു തീവട്ടിക്കൊള്ളയാണ്. ഏതെങ്കിലും സമയത്ത് നിങ്ങൾ വെട്ടിച്ചിറ ടോൾ പ്ലാസ വഴി പോയിട്ടുണ്ടോ? ഒരു തവണ പോയിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി മാത്രമേ വെട്ടിച്ചിറ ടോൾ പ്ലാസ വഴി എൻ്റെ വണ്ടി കടന്നു പോയിട്ടുള്ളൂ. അന്ന് ടോൾ ഈടാക്കിയിട്ടുണ്ട്. അതിനുശേഷം വണ്ടി അതുവഴി പോയിട്ടേ ഇല്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് തെളിവ് കൊടുക്കാൻ GPS സംവിധാനങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഇത്. ഇതിലൊരു അറുതി വരുത്താതെ ഞങ്ങൾക്ക് ഈ സർവീസുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. കാരണം ഞങ്ങളൊരു വണ്ടി ഡൽഹിയിലൊക്കെ പോയി വരുന്ന സമയത്ത് 10-35 രൂപയോളം ഞങ്ങൾക്ക് ടോളിൻ്റെ ഇനത്തിൽ തന്നെ വരുന്നുണ്ട്. 2-3 വണ്ടിയൊക്കെ ഉള്ള അതിലധികം വണ്ടിയുള്ള ഒരു ഓണറാണെങ്കിൽ ഓരോ 10 മിനിറ്റിലും ഞങ്ങൾക്ക് ടോള് കട്ടായിക്കൊണ്ടായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഇതുപോലൊരു കൊള്ള നടന്നാൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഓടാത്ത വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലൊരു കൊള്ള ഇവർ നടത്തിയത് ഞങ്ങൾക്ക് മനസ്സിലായത്. ഏതായാലും 1-2 രൂപയല്ല, 495 രൂപയാണ് നഷ്ടപ്പെട്ടത്. അത് തിരികെ വാങ്ങാൻ വേണ്ടി അവിടെ വരെ പോകണമെങ്കിൽ അതിലേറെ രൂപ ചെലവഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് പല ആളുകളും പരാതി പറയാൻ പോലും മടിക്കുന്നത്. ഏതായാലും തുടർച്ചയായിട്ട് ഇത്തരത്തിൽ സംഭവം ഉണ്ടാകുന്നത് ദേശീയപാത അതോറിറ്റി അന്വേഷിക്കുക തന്നെ വേണം. കോഴിക്കോട് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്. റിപ്പോർട്ടർ. ഓക്കെ, എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഓടാത്ത വണ്ടിക്ക് ടോള്. നേരത്തെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ വെട്ടിച്ചിറയിൽ നിന്നും ഇങ്ങനൊരു വാർത്ത കൂടി വരുന്നു. സൈഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ലോറിക്ക് നിങ്ങൾ ടോളിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞിട്ട് ടോൾ അടിച്ചു കൊടുക്കുക. 495 രൂപ. നിങ്ങളുടെ കയ്യിലെ ടോളുകളൊക്കെ വല്ലപ്പോഴും ഒന്ന് പരിശോധിക്കണം. 1000-2000 രൂപയ്ക്കൊക്കെ ടോൾ അടിച്ചു വെച്ചിട്ട് ഈ പൈസ പോകുന്ന വഴി നിങ്ങൾ അറിയത്തില്ല. ഈ കുഞ്ഞു മെസ്സേജ് ആയിട്ടായിരിക്കുമല്ലോ വരിക. 85 രൂപ 95 രൂപയൊക്കെ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതുവഴി യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് കൂടി പരിശോധിക്കണം. വല്ലപ്പോഴും ആ വാലറ്റിൽ കയറിയൊക്കെ നോക്കണം. അല്ലെങ്കിൽ നാട്ടുകാർ അടിച്ചുകൊണ്ട് പോകും. ടോൾ പ്ലാസയിൽ പലയിടങ്ങളിലും ഈ സാങ്കേതിക തകരാറ് കാരണമുള്ള വെട്ടിപ്പ് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സാങ്കേതിക തകരാറിലായതോ സാങ്കേതികം തകരാറിലാക്കിയതോ?